മ്യൂസിക് ആയിരുന്നല്ലോ ആദ്യം തൊട്ടേ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിൽ ഇത്ര ആളുകളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. ഉള്ള കുറേ വേദികളുണ്ട്, പക്ഷേ ഇത്ര ഓഡിയൻസുമായിട്ട് ഒരുമിച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വേദി, ഇത്ര ഓപ്പൺ ആയിട്ടുള്ളൊരു വേദി ഫസ്റ്റ് ടൈമാണ്. चंद्र की जय, गदापति कृष्ण चंद्र की जय, गौरीपति चंद्रचूड़ की जय. 아시아 Yes. ഭജൻസിനെ നമ്മൾ എങ്ങനെയാ സ്വാഗതം ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാ? പോട്ടെ, ഒന്നുകൂടി ഉഷാറായില്ല. യെസ്, നല്ലൊരു ഐഡിയ ഉണ്ട്. Live at Calicut Lulu Mall, 104.8. Hospitality, beverage partner, Arbori, snack partner, brunch, refreshment partner, partners, Lulu Mall, OMG, live at Calicut Lulu Mall. ഈ നമുക്ക് പോകുന്ന ബജറ്റ്സിന് വേണ്ടി നമ്മുടെ ടീമിനെ
രൂപത്തിലും ഭാവത്തിലും നന്ദഗോവിന്ദം എത്തിച്ചു. ആർക്കും മാരീഡ് ആണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. സോറി, ഇതിൽ മീഡിയ പ്രോൻ്റെ നമ്മുടെ മാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഇത് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ നവീൻ കോഴിക്കോട് ഇതിൻ്റെ മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അക്രോസ് കേരള അല്ലെങ്കിൽ അക്രോസ് ഗ്ലോബ് നിങ്ങൾ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 100 ഫീറ്റ് ഒരു സ്റ്റേജും ഇത്രയും വലിയൊരു വീഡിയോ വാളും, അതും ആദ്യമായിട്ടാണ് ഔട്ട്ഡോറിൽ ഇത്തരത്തിലൊരു കർവ് വീഡിയോ വാള് മീഡിയ പ്രോ ചെയ്യുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദം. കാരണം നിങ്ങൾ ഇത്രയും സമയം എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ആ ഒരു സംഗതി. സോ എന്താണ് നമ്മുടെ കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ മെൻഷൻ ചെയ്ത പോലെ നന്ദഗോവിന്ദ ഭജൻസ് ഇത്രയും വലിയൊരു വെന്യൂവിൽ, ഇത്രയും 100 അടി വലിപ്പമുള്ളൊരു സ്റ്റേജിൽ, ഇത്രയും വലിയ LED വാളിൽ, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അറ്റ് എ ടൈമിൽ ഇരുന്ന് സുഖമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചെയ്തിട്ടില്ല. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ്. ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു ഭജൻ ഇത്രയും വലിയൊരു വേദിയിൽ, നന്ദഗോവിന്ദം എന്നുള്ളതല്ല, വേറൊരു ഭജൻ ഗ്രൂപ്പും ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും വലിയ സ്ക്രീനിൽ ഉണ്ടായ ഒരു ചരിത്രം എനിക്കറിയില്ല. അപ്പോൾ അത് തന്നെ ഒരു കോഴിക്കോടുകാർക്കുള്ളൊരു വലിയൊരു നമസ്കാരം. അതുപോലെ തന്നെ ഡൽഹി പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ്ലി സൗണ്ട് പോയിരുന്നു. നമുക്ക് പാടാനേ പറ്റുന്നില്ലായിരുന്നു. ഡൽഹി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്നലെ എനിക്ക് സൗണ്ടേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് വന്നേക്കുന്ന മെസ്സേജുകൾ കോഴിക്കോട് നിന്നുകൊണ്ട് ധാരാളം അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ, അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ടും അമ്പലങ്ങളിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നു, അർച്ചനകൾ കഴിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്രയും സ്നേഹമൊക്കെ ഞങ്ങൾക്ക് വരുന്നതെന്ന് പറയുന്നത് അത് മഹാഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. കാര്യം അത്രയും സ്നേഹം തിരിച്ചു തരുമ്പോൾ, ഇങ്ങോട്ട് തരുമ്പോൾ ഞങ്ങളും തിരിച്ചു തന്നിരിക്കും. അപ്പോൾ കോഴിക്കോടിനോട് വീണ്ടുമുള്ള നന്ദി അറിയിക്കുന്നു. അപ്പം ഒരു പാട്ടൂടെ പാടാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച്. ആ പാട്ട് എങ്ങനെ പാടി തീർക്കുമെന്ന് എനിക്കറിയത്തില്ല, അത് ഈ സൗണ്ട് വെച്ചിട്ട്. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഫുൾ ടീം കൂടെ ഉണ്ട്. ഒരു കോഡിലോസിലുണ്ടാവും. ഇനി നമ്മുടെ പ്രവീൺ, അദ്ദേഹത്തിന് കൂടി നിങ്ങളോടൊരു 2 വാക്ക് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു കാലിക്കറ്റ്. എന്താ പറയേണ്ടതെന്നറിയില്ല. കാരണം ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കേണ്ട ഒരാളല്ല ഞാൻ. 9-ാം തീയതി രാത്രിയിൽ ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക, നേരെ പോരും. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് കോഴിക്കോട്ടെ പരിപാടിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അത് സ്പോൺസർ പാസ്സാണ്, ഞങ്ങളല്ല അതിൻ്റെ പാസ് ഡീൽ ചെയ്യുന്നത്, വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല. ഞാൻ 20th ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്, 24th ഭജൻ കണക്റ്റിന് വേണ്ടിയിട്ട്. അപ്പം 9th രാത്രി 12:30 ഉണ്ണിയുടെ കോള് വരുന്നു. 1 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. 10ാം തീയതി രാവിലെ 9:00 എയർപോർട്ടിലെത്തുന്നു. ഇന്ന് വെളുപ്പിനെ 4:00 ഇറ്റ്സ് ആക്ച്വലി ബ്ലെസ്സിങ് ഫോർ മീ. ഈ ഒരു പറഞ്ഞ പോലെ 7000 ആളുകളുടെ മുമ്പിൽ പെർഫോം ചെയ്യാനായിട്ട്. കാരണം ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നവീൻ്റെ അടുത്ത് ഇപ്പോൾ വന്നപ്പോൾ പറയായിരുന്നു, ദിസ് ഈസ് ആക്ച്വലി എ ഡ്രീം കം ട്രൂ. ഞങ്ങളിത് സ്വപ്നം കണ്ടതാണ്, ഇങ്ങനൊരു വേദി, ഒരു ഓപ്പൺ സ്റ്റേജിൽ. നമ്മൾ മ്യൂസിക് ആയിരുന്നല്ലോ ആദ്യം തൊട്ടേ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിൽ ഇത്ര ആളുകളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനും നവീനും 6ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ആ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയത് കോഴിക്കോടാണ്. അപ്പോൾ ആ ഒരു നന്ദി എപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ടാവും. കാരണം അതുപോലെ തന്നെ വേറൊരു വലിയ ഇതുള്ളത്, ഞങ്ങളുടെ ഭജൻ കണക്റ്റിൻ്റെ ടിക്കറ്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് സോൾഡ് ഔട്ട് ആയതും കോഴിക്കോട് വെച്ചിട്ടാണ്. 5 മണിക്ക് ടിക്കറ്റ് ഓപ്പണായി 5:07 സോൾഡ് ഔട്ടായി. സോ അത്രയും സ്പീഡിൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ടിക്കറ്റും സോൾഡ് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളെ ഹൃദയത്തിൽ നിങ്ങളെ ഏറ്റിയതിന് ഞങ്ങളിലും ഒരുപാട് നന്ദിയുണ്ട്. ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. ഇത്രയും നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിറ്റ് ഓഫ് ഇമോഷൻ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും ഓപ്പൺ ആയിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സംഹൗ കൈൻഡ് ഓഫ് ഇമോഷൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു വേദി? ഇമോഷണലി കണക്ട് ആയിട്ടുള്ള കുറേ വേദികളുണ്ട്, പക്ഷേ ഇത്ര ഓഡിയൻസുമായിട്ട് ഒരുമിച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വേദി, ഇത്ര ഓപ്പൺ ആയിട്ടുള്ള ഒരു വേദി ഫസ്റ്റ് ടൈമാണ്. ഹാറ്റ്സ് ഓഫ് ടു FI ഇവൻറ്റ്സ്, ഫ്യൂച്ചർ ഇന്നോവേഷൻ. തീർച്ചയായിട്ടും
നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഓണത്തിനിടെ പുട്ടുകച്ചവടം എന്ന് പറയേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇവൻറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി FI ഇവൻറ്റ്സ് റെഡിയാണ്. ഒബ്വിയസ്ലി ബാബുചേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ഫൈനൽ ഒരു സെഷനിലേക്ക് ഒരു ജാമിങ്ങിലോട് കൂടി ഇതിൻ്റെ അകത്ത് അമ്പലപ്പുഴ, ഉണ്ണിക്കണ്ണൻ, അങ്ങനെ ഒരുപാട് സോങ്സ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും നിർബന്ധം പിടിക്കുന്നില്ല, കാരണം ഞങ്ങളുടെ മനസ്സ്, കോഴിക്കോട്ടുകാരുടെ മനസ്സ് കീഴടക്കി മനസ്സ് നിറച്ചാണ് നന്ദഗോവിന്ദം ഭജൻസ് ഇന്ന് കോഴിക്കോട് വന്ന് പെർഫോം ചെയ്ത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് 100% നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിറഞ്ഞൊരു കൈയടി ഈ ടീമിന് എല്ലാവർക്കും ചേർന്ന് കൊടുക്കാം. ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലെ ഫോണുകളെല്ലാം എടുത്തു വെക്കുക, കൈയടിക്കാൻ വേണ്ടി മാത്രം. സോ ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ഇനി തരാനില്ല. ഇതാണ് ഇറ്റ്സ് അവർ. ഇത് മാക്സിമം എന്ന് പറയുന്നില്ല. ഇനി അടുത്ത തവണ ഞങ്ങൾ ഇനിയും ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. തരികയാണെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ എന്താ പറയുക, അമ്മ വീട് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട്. രഞ്ജിത്ത് ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ജനിച്ചു വളർന്ന സ്ഥലം. ബാബുചേട്ടനും കോഴിക്കോടിൻ്റെ ഒരു പുത്രനാണ്, അഡാപ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും. പക്ഷേ ബാബുചേട്ടനും അങ്ങനെ ഒരു പിടി നന്മകളും ഒരുപാട് ഗുണങ്ങളും പുണ്യങ്ങളും ഉള്ള ഒരു മണ്ണിലാണ് ഉള്ളത്. തീർച്ചയായിട്ടും എല്ലാവരെയും പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് പ്രസൂൺ എന്നാണ്. ഞാൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അകലെ കൊമ്മേരി എന്ന് പറയുന്നതാണ് എൻ്റെ സ്ഥലം, സ്വദേശം. ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എൻ RJ ഇൻ ക്ലബ് FM 94.3. സോ ഇപ്പോഴും മാതൃഭൂമിയോടൊപ്പം ഒരു 10-19-20 വർഷമായിട്ടുള്ള ആ യാത്ര തുടരുകയാണ്. സോ എൻ്റെ ഗുരുകാരണന്മാരായിട്ടുള്ള ഒരുപാട് പേര്, എൻ്റെ ചെയർമാനുണ്ട് എമ്മി, അങ്ങനെ ഒരുപാട് പേര്, എന്നെയുണ്ട്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് അണിയിച്ചൊരുക്കി തരാൻ സാധിച്ച സർവേശ്വരനും നന്ദി പറഞ്ഞുകൊണ്ട്, എക്സ്പെഷ്യലി ഇന്ന് വന്ന് ഇത് വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ FI ഇവൻസിൻ്റെ പേരിലും ഞങ്ങളുടെ സ്പോൺസേഴ്സിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി അറിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഫൈനൽ ആ ഒരു ജാമിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നന്ദഗോവിന്ദൻ ടീമിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. സോ കോഴിക്കോട് വൺസ് അഗൈൻ 1 2 3. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രത്യേകം പാടാൻ റിക്വസ്റ്റ് തന്നിരുന്ന പാടാണ്. അത് പാടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. बोलो सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, तपोवन ज्ञानानंद की. सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, तपोवन ज्ञानानंद की, तपोवन ज्ञानानंद की. सियापति रामचंद्र की जय, राधापति कृष्णचंद्र की जय, गौरीपति चंद्रचूड़ की जय, पवन सुत हनुमान की जय, पवन सुत हनुमान की